ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ഡെയിൽ കാർണഗിയുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നിന്ന് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്നതിനും ശക്തമായ വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അതിശക്തമായ 6 തത്വങ്ങളാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ തത്വം മറ്റുള്ളവരിൽ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നാം സമയം ചിലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. തങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അവരിൽ പ്രകടിപ്പിക്കുന്ന താല്പര്യം യാഥാർത്ഥ്യമാണെങ്കിൽ അതൊരു ആഴമുള്ള ബന്ധത്തിന് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ തത്വം പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. പുഞ്ചിരിക്കുന്ന ലളിതമായ പ്രവൃത്തി പുഞ്ചിരിക്കുന്ന വ്യക്തിയിലും അവർ പുഞ്ചിരിക്കുന്നത് കാണുന്ന ആരിലും നല്ല സ്വാധീനം ചെലുത്തുന്നു. പുഞ്ചിരി എല്ലാവരെയും സുഖപ്പെടുത്തുന്നു. ഫോണിൽ സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും പോസിറ്റീവ് ഇഫക്റ്റ് നൽകുന്നു. കാരണം പുഞ്ചിരിയുടെ ശക്തി അത് കാണാത്തപ്പോൾ പോലും സ്വരത്തിലും വാക്കുകളിലും പ്രതിഫലിക്കുന്നു. മൂന്നാമത്തെ തത്വം ഒരു വ്യക്തിയുടെ പേര് ആ വ്യക്തിക്ക് ഏത് ഭാഷയിലും ഏറ്റവും മധുരവും പ്രധാനപ്പെട്ടതുമായ ശബ്ദമാണെന്ന് ഓർമ്മിക്കുക. ഒരു വ്യക്തിയുടെ പേര് അവരുടെ ആത്മാഭിമാനത്തിന്റെ വളരെ വ്യക്തിപരവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ്. ഒരാളുടെ പേര് ഓർക്കുന്നത് അവർക്ക് പ്രധാനപ്പെട്ടതായി തോന്നും. ഒരാളുടെ പേര് മറക്കുന്നത് അവർ നമുക്ക് അപ്രസക്തരാണെന്ന് അവർക്ക് തോന്നുവാൻ കാരണമായി തീരും. പേരുകൾ ഓർമ്മിക്കുകയും അവ ശരിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് വ്യക്തിപരവും ബിസിനസ് ബന്ധങ്ങളും വളരാൻ സഹായിക്കുന്ന ഒരു കഴിവാണ്. ഭൂമിയിലെ മറ്റെല്ലാ പേരുകളെക്കാളും ഒരു ശരാശരി വ്യക്തിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം പേരിൽ താല്പര്യമുണ്ടെന്ന് ഡെയിൽ കാർണഗി പറയുന്നു. നാലാമത്തെ തത്വം ഒരു നല്ല ശ്രോതാവായിരിക്കുക എന്നുള്ളതാണ്. തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. നല്ല ശ്രോതാക്കളെ പലപ്പോഴും നല്ല പ്രഭാഷകരായാണ് കാണുന്നത്. ഈ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് പരിശീലനം ആവശ്യമാണ്. പക്ഷെ നാം അതിന് വില നൽകേണ്ടതുണ്ട്. നാം ആരെയെങ്കിലും ശ്രദ്ധയോടെ തടസ്സങ്ങളില്ലാതെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് നാം വില നൽകുന്നുവെന്ന് അവർക്ക് തോന്നുവാനും അവരുടെ സമയത്തിന് നാം മൂല്യം നൽകുന്നുവെന്ന് അവർ ചിന്തിക്കുന്നതിനും കാരണമാകും. 75% സമയം കേൾക്കുന്നതിലും 25% സമയം സംസാരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഒരു വലിയ നിയമം. തത്വം 5 മറ്റൊരാളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഒരു നല്ല ശ്രോതാവായി മാറുന്നത് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് അവർക്ക് സന്തോഷം നൽകുന്നതും രസകരവുമായിരിക്കും. ഈ വൈദഗ്ധ്യം ശ്രോതാവിനും പ്രയോജനകരമാണ്. ആരെങ്കിലും തങ്ങളെക്കുറിച്ചും അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചും എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രയധികം നമുക്ക് അവരെക്കുറിച്ച് പഠിക്കുവാനും ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും. ആറാമത്തെ തത്വം മറ്റൊരാളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതൊരു പരിചയക്കാരനായാലും അഥവാ തികച്ചും അപരിചിതനായാലും അവരെക്കുറിച്ചുള്ള നല്ലതായത് എന്തെങ്കിലും അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നാം അവർക്ക് പ്രധാനപ്പെട്ടവരായി തോന്നും. ആരെയെങ്കിലും അവർ നമുക്ക് പ്രധാനപ്പെട്ടവരെന്ന് തോന്നിപ്പിക്കുമ്പോൾ അവർ നമ്മെയും അവർക്ക് പ്രധാനപ്പെട്ടവരായി കാണുവാൻ തുടങ്ങും. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി മറ്റുള്ളവരെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വത്തിന് ഉടമയായി തീരുമെന്ന് തീർച്ച.